അന്തരിച്ച മഹാനായ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരുടെ ഒരു കൃതിയെങ്കിലും വായിക്കാത്ത, ഒരു സിനിമയെങ്കിലും കാണാത്ത മലയാളി ഉണ്ടാകുമോ? സംശയമാണ്. കാരണം അത്രമേൽ ഹിറ്റായ സിനിമകളുണ്ട് എം.ടിയുടേതായി. മാത്രമല്ല ഒരുപാട് പുസ്തകങ്ങളുമുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തായാലും ഒരു കൃതിയെങ്കിലും വായിച്ചു കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ. വടക്കൻ വീരഗാഥയൊന്നും കാണാത്ത മലയാളികളുണ്ടോ എന്ന് സംശയമാണ്. എം.ടിയോട് കടുത്ത ആരാധനയുള്ള ഒരു കുടുംബത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ അടുത്ത യാത്ര. മലപ്പുറം മേലാറ്റൂരുള്ള ഈ കുടുംബം എം.ടിയുടേതായി ഒരു ലൈബ്രറി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ സ്പെഷ്യലാണ്. കാണാൻ കാഴ്ചകൾ. മലയാളത്തിന്റെ സുഹൃതത്തിന് റൈഡിംഗ് റിപ്പോർട്ടറിന്റെയും ആദരാഞ്ജലികൾ. എം.ടി എപ്പോഴും ഒരു മൗനത്തിലിരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അടുത്ത സൗഹൃദങ്ങളോട് ആ ഒരു സ്നേഹം അതെപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ അടുപ്പം സൂക്ഷിച്ചിരുന്ന മേലാറ്റൂരിലെ ഒരു വീട്ടിലേക്കാണ് നമ്മുടെ ഈ യാത്ര. അവിടുത്തെ ഒരു എം.ടി ശേഖരം കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അത് ഭാവിയിലേക്കുള്ള വലിയ ഒരു അമൂല്യമായിട്ടുള്ള ശേഖരം കൂടിയാണ്. ആ കാഴ്ചകളിലേക്ക് ഇതാണ് എം.ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന മേലാറ്റൂരിലെ കുടുംബം. മേലാറ്റൂർ രാധാകൃഷ്ണനും ഭാര്യ രോഹിണി ടീച്ചറും ആ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. വെറും ഒരു ആരാധന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും, ഒപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഓരോ വാർത്തകളും വെട്ടി സൂക്ഷിച്ചു വെക്കുക, അതും ഇത്രയേറെ പതിറ്റാണ്ടുകൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. എല്ലാം ഒന്ന് കാണാം. നമസ്കാരം മാഷേ. ഇപ്പോൾ എം.ടിയുടെ ഒരു വിയോഗം അതിന്റെ ഒരു വിഷമത്തിൽ തന്നെ ആയിരിക്കും. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഇനി അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള, ഇനിയുള്ള തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ നിധി ഇവിടെയാണ് ഉള്ളത്. എഴുത്തുകാരനും അധ്യാപകനുമായ മേലാറ്റൂർ രാധാകൃഷ്ണനും ഭാര്യ രോഹിണിയും ഈ സാഹിത്യ നിധിശേഖരത്തിന്റെ ഉടമകളാണ്. ഇങ്ങനെയെല്ലാം സൂക്ഷ്മമായി സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുമോ എന്ന് അത്ഭുതം തോന്നാം. ഇത് അപാരമായ ഒരു ആരാധനയാണ്. എം.ടി എഴുതിയതും എം.ടിയെ കുറിച്ച് എഴുതിയതുമായ എല്ലാ രചനകളും ഈ വീട്ടിൽ കാണാം. അതിൽ എടുത്തു പറയേണ്ടത് രോഹിണി ടീച്ചറുടെ 5 ഭാഗങ്ങളായുള്ള ആൽബമാണ്. ഇതിൽ ഓരോ കൃതികളും അവയുടെ വിവരങ്ങളും പത്രങ്ങളിൽ വന്ന കട്ടിങ്ങുകളും അങ്ങനെ എം.ടിയുമായി വന്ന ഒരു ചെറു ചിത്രമടക്കം എല്ലാം ഉണ്ട്. സ്വന്തം കൈപ്പടയിൽ എം.ടി എഴുതി നൽകിയ അഭിനന്ദന കുറിപ്പുകളും പെടുന്നു. കമ്പ്യൂട്ടറുകൾക്ക് മുൻപുള്ള പവിത്രമായ സൂക്ഷിപ്പുകൾ. ടീച്ചർ, അപ്പൊ എന്നു മുതലാണ് ഈ ആൽബം ഉണ്ടാക്കാൻ തുടങ്ങിയത്? അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഇത് സൂക്ഷിച്ചു വെക്കേണ്ട കൃതികളാണ്. ലേഖനങ്ങൾ, ചിത്രങ്ങളൊക്കെ പിന്നെ തുടർച്ചയായിട്ട് ഞാനിത് വായിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇത് സൂക്ഷിച്ച് വെക്കണം, ഒന്നും വിട്ടു പോവാതെ വെക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ 69 മുതൽക്ക് അന്നാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടത്. ഞാൻ നേരിൽ കണ്ട് പറഞ്ഞു, പിന്നെ എഴുതി എനിക്ക് കുറച്ച് ഫോട്ടോസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നീന സ്റ്റുഡിയോയിലുണ്ട്, അവരോട് ആവശ്യപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. ഒരു ദിവസം മാതൃഭൂമി ഓഫീസിൽ ചെന്നപ്പോൾ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഇത് വേണമെന്ന് പറഞ്ഞു. ഇതെല്ലാം കുറേ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ 76 അദ്ദേഹത്തെ കാണിച്ചു. അവ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്തരം ഒരു ലേഖനങ്ങൾ, ചെറിയ കട്ടിങ്ങുകൾ എല്ലാം ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതിന് സമയം ക്ഷമയും കണ്ടെത്തിയ രോഹിണി രാധാകൃഷ്ണനോട് ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് തന്നെ ഇതൊരു ആവശ്യമായിട്ട് വരും എന്നൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. എം.ടിയുടെ കൃതികളുടെ, തിരക്കഥകളുടെ നടുക്കാണിരിക്കുന്നത്. അത്രയേറെ വലിയ ശേഖരമാണ് ഉള്ളത്. ഇപ്പൊ ഈ അറബിപ്പൊന്നിന്റെ ഒക്കെ കോപ്പി അങ്ങനെ നമുക്ക് ഒരുപക്ഷെ ലൈബ്രറിയിൽ പോലും തിരഞ്ഞാൽ കിട്ടാത്ത എല്ലാ പുസ്തകങ്ങളുടെയും കോപ്പി എല്ലാം ഇവിടെ ഉണ്ട്. ഇതപ്പോ നമ്മുടെ കയ്യിലുള്ളത് കലാകൗമുദി. ഇതിലാണ് ആദ്യമായി 2ാം ഊഴം നോവലായി അച്ചടിച്ചു വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം, എം.ടിയുടെ ഒരു മുഖചിത്രവുമായിട്ടാണ് അന്നത്തെ കലാകൗമുദി ഇറങ്ങിയത്. അപ്പോൾ എം.ടി. വാസുദേവൻ നായർ 2ാം ഊഴം എന്ന് പറഞ്ഞാണ്. 1956 എഴുത്തുകാരനെ കോഴിക്കോട് വെച്ച് പരിചയപ്പെട്ടതും പിന്നീട് എം.ടി വീട്ടിലേക്ക് വന്നതുമെല്ലാം മാഷിന് ഓർമ്മകളിലെ നിറമുള്ള ഏടുകൾ. 1956 നവംബർ 2-ാം തീയതി ആണ് കോഴിക്കോട്ട് വെച്ച് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. ഇന്നത്തെ മഹാമൗനം അന്നും ഉണ്ടായിരുന്നു.
പെട്ടെന്ന് ഞാൻ രാജഗോപാലൻ്റെ ചെറിയമ്മയുടെ മകനാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ആഹ്ലാദം ഉണ്ടായി. ഞാനും രാജഗോപാലൻ ഒന്നിച്ച് പഠിച്ചതാണ്, രാജഗോപാലൻ എവിടെയൊക്കെ ചോദിക്കുകയുണ്ടായി. അന്നാണ് ഞങ്ങളായിട്ടുള്ള ഇത് വരുന്നത്. പല സമയങ്ങളിലും മിഠായി തെരുവിലൊക്കെ വെച്ച് അദ്ദേഹത്തെ കാണാറുണ്ട്. പക്ഷേ ഒരു ഇളം പുഞ്ചിരി മാത്രമേ ഉള്ളൂ, ചെറുപുഞ്ചിരിയേ ഉള്ളൂ, സംസാരമൊന്നുമില്ല. പിന്നീട് 1960 ദേശീയ ഗ്രന്ഥാലയത്തിൻ്റെ 6ാം വാർഷികമായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞ് അദ്ദേഹം ഇവിടെ വരികയുണ്ടായി. അപ്പം അന്ന് അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞുള്ളൊരു വാചകമുണ്ട്, അത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദുർബല നിമിഷത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതെന്നൊക്കെ പറയണ്ടായി. അതൊക്കെ ഒരു മനോഹരമായ ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലെ ദുഃഖം നമ്മൾ രേഖപ്പെടുത്താറുണ്ടെങ്കിലും ദുഃഖത്തിനപ്പുറം മരണം അനിവാര്യമാണ്. അദ്ദേഹം പല സംഘങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ 77 MTയുടെ നില ഗുരുതരം എന്ന റിപ്പോർട്ടൊക്കെ വന്നതാണ്. അതിൻ്റെ കട്ടിങ്സ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പലതും അദ്ദേഹം അതിജീവിച്ചിട്ടുണ്ട്. അതിന് അതിജീവനത്തിൻ്റെ ഒരു എഴുത്തുകാരനാണത്. MTN പുസ്തകങ്ങൾക്കായി ഒരു ലൈബ്രറി തന്നെയുണ്ട് വീട്ടിൽ. PhD വിദ്യാർത്ഥികൾ പഠനാവശ്യങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെത്തുന്നു. 1994 മുതൽ ഇതായി 2023 വരെ പല സമയങ്ങളിലായി MT വാസുദേവൻ നായർ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വലിയ ആത്മബന്ധം ഓരോ തവണയും പുതുക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് MT വാസുദേവൻ നായർ എത്രത്തോളം വായിക്കപ്പെടുന്നുവോ അത്രത്തോളം ഈ വലിയ നിധിശേഖരവും കൂടുതൽ തിളക്കമുള്ളതാവും. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. എന്തായാലും അമൂല്യമായിട്ടാണ് ആ ഒരു ശേഖരത്തെ, പുസ്തകങ്ങളുടെ ശേഖരത്തെ അവർ കാണുന്നതെന്ന് അവിടെ അത് ഒരുക്കിയിരിക്കുന്ന രീതി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്.